പരനാറി എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കാവുന്ന അതിലുപരി ഇപ്പം വിളിച്ച ഈ പ്രയോഗമുണ്ടല്ലോ, ചെറ്റ. ആരാണ് സി പി എമ്മിലെ ചെറ്റ? സി പി എമ്മിൽ ഒരൊറ്റ ചെറ്റേ ഉള്ളൂന്നേ. സി പി എമ്മിൽ ഒരൊറ്റ പരനാറിയേ ഉള്ളൂ. സി പി എമ്മിൽ ഒരൊറ്റ നികൃഷ്ട ജീവിയേ ഉള്ളൂ. സി പി എമ്മിൽ ഒരൊറ്റ കുലംകുത്തിയേ ഉള്ളൂ. അത് പിണറായി വിജയനാണ്. അത് പിണറായി വിജയൻ മാത്രമാണ്. എന്താ സംശയം? ആർക്കാ സംശയം? ഞാൻ ഈ പറഞ്ഞ പ്രയോഗങ്ങൾ മുഴുവനും പിണറായി വിജയൻ സംഭാവന ചെയ്തതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പട്ടം ഇങ്ങനെ എന്താ പറയാ, താവഴിയായി കിട്ടിക്കൊണ്ട് തൈക്കണ്ടി തറവാട്ടിന് നൽകി കൊടുത്ത ഒരു പ്രത്യേക പദവിയൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ തവണയും അതിനു മുമ്പത്തെ തവണയും കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട് ഭരിക്കുക എന്ന് പറയുന്ന ആ പ്രയോഗം ഞാൻ മാറ്റി നിർത്തുന്നു. കേരളത്തിന്റെ ക്രമസമാധാനം, കേരളത്തിന്റെ സുരക്ഷിതത്വം, കേരളത്തിന്റെ ജനങ്ങളുടെ അഭിവൃദ്ധി, ക്ഷേമം, വികസന പദ്ധതികൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തതായിരുന്നു ഇയാളെ. ഈ പരനാറി എന്താ ചെയ്തത്? ഈ പരനാറി ചെയ്തത് സ്വന്തം കുടുംബത്തെ, അല്ലേ, സ്വന്തം കുടുംബത്തെ, സ്വന്തം മകളെ, സ്വന്തം മകനെ, സ്വന്തം മരുമകനെ, ഇവരെ മാത്രമല്ലേ ഇയാൾ സംരക്ഷിച്ചിട്ടുള്ളൂ. ഇവരുടെ ക്ഷേമം മാത്രമല്ലേ ഇയാൾ നോക്കിയിട്ടുള്ളൂ. ഇവരുടെ സുരക്ഷ മാത്രമല്ലേ ഇയാൾ നോക്കിയിട്ടുള്ളൂ. ഇവരെ കുറിച്ച് മാത്രമല്ലേ ഇയാൾ വ്യാകുലപ്പെട്ടിട്ടുള്ളൂ, അല്ലേ? അതല്ലാതെ നാട്ടിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് കാര്യമാണ് ചെയ്തത്? എന്ത് സാധാരണ രീതിയിൽ പറയേണ്ട ഭാഷ ഇതല്ല കേട്ടോ. കാരണം ഞാൻ പിണറായി വിജയൻ അല്ലാത്തതുകൊണ്ട് ഈ ചെറ്റയുടെ, ഈ പരനാറിയുടെ, ഈ നികൃഷ്ട ജീവിയുടെ, ഈ കുലംകുത്തിയുടെ ഈ ഭാഷയൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഈ പറയുന്ന ഏറ്റവും വലിയ നൃശംസനാണ്, അല്ലേ? കേരളത്തിന്റെ പ്രശാന്തമായ ജീവിതത്തെ, കേരളത്തെ തന്നെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുത്തുപാളയെടുപ്പിച്ച, കേരളത്തെ ഇല്ലായ്മ ചെയ്ത, കേരളത്തെ ജനജീവിതം ഇത്രമാത്രം ദുസ്സഹമാക്കിയ മറ്റൊരു മനുഷ്യൻ